ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹമായ നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ സ്നേഹത്തിൽ പ്രഭാത ജാനലത്തേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ധ്യാനിക്കേണ്ടത് ആരാധന എന്തുകൊണ്ട് ദൈവത്തിന് ഉള്ളതാകുന്നു എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ്. ലഭ്യമായിരിക്കുന്ന നിർദ്ദേശങ്ങൾക്കൊത്തവണ്ണം യെഹെസ്കേൽ പ്രവചനം 20-ാം അധ്യായം 20ാമത്തെ വാക്യത്തിൽ, എൻ്റെ ശബതുകളെ വിശദീകരിപ്പിൻ, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവ എനിക്കും നിങ്ങൾക്കും ഇടയിൽ അടയാളം ആയിരിക്കട്ടെ. മനുഷ്യനും ദൈവത്തിനും ഇടയിൽ അടയാളമായി സ്ഥാപിക്കപ്പെട്ടതായ ഒരു ദിവസമാണ് വിശുദ്ധമായ ശബത്. അത് ആഴ്ചയിലെ 7ാം ദിവസം. ദൈവത്തിൻ്റെ സൃഷ്ടിപ്പ് നാൾ മുതൽ നമ്മൾ ഇങ്ങോട്ട് നോക്കുകയാകുന്നെങ്കിൽ ഏതേൻ തോട്ടത്തിൽ വെച്ച് ദൈവം സ്ഥാപിതമായ ഏറ്റവും ശ്രേഷ്ഠമായ അല്ലെങ്കിൽ അനുഗ്രഹിച്ചു വിശദീകരിച്ചതായ ഒരു ദിവസമാണ് വിശുദ്ധമായ ശബത്. മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ആരാധന എന്തുകൊണ്ട് ദൈവത്തിനുള്ളതാകുന്നു? സൃഷ്ടിതാവിനെ ആരാധിക്കുക, അതാണ് സൃഷ്ടികൾക്ക് ഉത്തമം ഉചിതമായ തീരുമാനം. ഓർത്തിരിക്കുക. ബൈബിൾ പഠിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായി അത് പ്രതിപാദിക്കുന്ന കാണാൻ സാധിക്കുന്നുണ്ട്. ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പിൻ, അവൻ്റെ ന്യായയുടെ നാഴിക വന്നിരിക്കുന്നു. ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവുകളെയും ഉണ്ടാക്കിയവനെയും നമസ്കരിപ്പിൻ എന്ന് അത്യുച്ചത്തിൽ വിളിച്ചു പറയുന്ന കേൾക്കാൻ സാധിക്കുന്നു. ദൈവത്തെ ആരാധിക്കുക, സൃഷ്ടിതാവിനെ ആരാധിക്കുക. 7ാം ദിവസം അതിനായി മാറ്റിവെച്ചിരിക്കുന്നു ദൈവം. അത് ശബതാകുന്നു. അത് ദൈവവും തൻ്റെ മക്കളുമായുള്ള ബന്ധത്തിൻ്റെ ഒരു അടയാളമാണ്. അവർ വീണ്ടും ഒരുമിച്ച് കൂടുന്നതായ അല്ലെങ്കിൽ ദൈവത്തോട് നമ്മെ തന്നെ സമർപ്പിക്കപ്പെടുന്നതായ ഒരു ദിവസം കൂടെയാകും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അത് പുറപ്പാട് പുസ്തകം പറയപ്പെടുന്നത് എന്താ? 7ാം ദിവസം ദൈവമായ യഹോവ ശബതാകുന്നു. അന്ന് നീയും നിൻ്റെ പുത്രനും പുത്രിയും വേലക്കാരനും വേലക്കാരത്തെയും കന്നുകാലികളും പടികൾക്ക് പരദേശിയും ഏതൊരു വേലയും ചെയ്യരുത്. എന്തുകൊണ്ടെന്നാൽ 6 ദിവസം കൊണ്ട് യഹോവ ആകാശവും ഭൂമിയും സമുദ്രവും ഉറവുകളും അതിലുള്ള എല്ലാം ഉണ്ടാക്കി 7ാം ദിവസം സ്വസ്ഥമായിരുന്നു. അതുകൊണ്ട് യഹോവ ശബത് നാളിനെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു. 7ാം ദിവസം അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു. ആ ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി പോകുന്നതായ മക്കൾ, സമർപ്പിക്കപ്പെടുന്ന മക്കൾ, ആ ദൈവം വിശുദ്ധീകരിച്ചിരിക്കുന്ന ദിവസത്തിലായിരിക്കണം ഒത്തുകൂടേണ്ടതും ഒരുമിച്ച് നിൽക്കേണ്ടതും എന്ന് നാം ഓർത്തിരിക്കേണ്ടിയിരിക്കുന്നുണ്ട്. സൃഷ്ടിതാവിനെ എന്തുകൊണ്ട് ആരാധിക്കുന്നത്? നമ്മുടെ ഹൃദയം കൊണ്ട് പൂർണ്ണമായി സമർപ്പിക്കണം. നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് പറയുന്നതാണ്, അത് യാചിക്കുക. ദൈവം നമ്മോട് മറുപടി പറഞ്ഞ് കേൾക്കുവാൻ നാം തയ്യാറാകണം. അപ്പോഴേ ആരാധനയുടെ പൂർണ്ണത ഉണ്ടാകുകയുള്ളൂ. ദൈവം നമ്മോട് പറയുന്ന കാര്യങ്ങളുടെ കേട്ട് അനുസരിക്കുമ്പോൾ ആരാധനയുടെ ഫലം നമുക്ക് എന്ത് ചെയ്യുക? അനുഭവിക്കാൻ കഴിയും. ശബത് അതിൻ്റെ അടയാളത്തിൻ്റെ ഒരു സ്മാരകത്തിൻ്റെ രൂപകമായി സൃഷ്ടിതാവിനും സൃഷ്ടികൾക്കും മധ്യേ അല്ലെങ്കിൽ മനുഷ്യർക്ക് മധ്യേ നിലനിൽക്കുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്ന് അനേകം ദേവന്മാരെയും ആൾദൈവങ്ങളെയും ആരാധിക്കുവാനുള്ളതായ പരക്കം പാച്ചിലാകുന്നു. അവിടെയാണ് യാഗെന്ന ദൈവത്തെ ആരാധിക്കേണ്ടതായ മാഹാത്മ്യം, ആരാകുന്നു യാഗെന്ന ദൈവം എന്നുകൂടെ നാം അറിഞ്ഞിരിക്കേണ്ടതിൻ്റെ അനുഗ്രഹവും നമുക്ക് വെളിപ്പെടുത്തുവാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ വചനം. യഹോവയെ ദൈവത്തെ ആരാധിക്കുക. കാരണം ദൈവമാണ് ഈ കാണുന്ന സകലതും സൃഷ്ടിച്ചത്. ആ ദൈവത്തെ ആരാധിക്കുക. അത് സന്തോഷമാണ്, അത് ആനന്ദമാണ്. ആ ഒരു സന്തോഷ നിറവിൽ ദൈവത്തെ ആരാധിക്കുക. ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്, നിങ്ങളുടെ ആവശ്യങ്ങൾ കൂടെ ഉണ്ട്. നിങ്ങളെ കൈവിടാത്ത ആ സ്നേഹം നിങ്ങളെ ദൈനംദിന ജീവിതങ്ങളിൽ നിങ്ങൾക്ക് ആശ്വാസവും അനുഗ്രഹവുമായി പിന്തുടരുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, ആരാധിക്കേണ്ടത് ആരെയാകുന്നു? അത് സൃഷ്ടിതാവിനെ ആകുന്നു, അത് യാഗെന്നാകുന്നു. ആ സൃഷ്ടിതാവിനെ അറിയപ്പെടുന്ന നാമം ദൈവമേ, അങ്ങേ ആരാധിക്കേണ്ടതിന് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവുകളും അതിലുള്ള എല്ലാത്തിനെയും സൃഷ്ടിച്ചതായ ആ സൃഷ്ടിതാവിനെ മാത്രം ആരാധിക്കുന്നതായ സ്തോത്രയാഗങ്ങൾ നിലനിൽക്കുന്നതായ നിറഞ്ഞ മനസ്സോടുകൂടെ പൂർണ്ണ മനസ്സോടുകൂടെ പൂർണ്ണാത്മാവോടുകൂടെ സന്നിധി നിലനിൽക്കുന്നതായ മക്കളുടെ മേൽ അവിടെ നിന്ന് കൃപ ചൊരിഞ്ഞ് അവരുടെ ജീവിത അഭിലാഷങ്ങളെ സാക്ഷാത്കരിച്ച് ആ നിത്യതയിൽ ചേർത്ത് കൊള്ളുവാൻ അവിടെ നിന്ന് കൃപ തോന്നുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നലെ വരെ അവരുടെ ജീവിതത്തിൽ വന്നുപോയ കുറവുകളെ ക്ഷമിക്കാൻ പ്രാർത്ഥിക്കുന്നു. സത്യങ്ങളെ മനസ്സിലാക്കുവാനുള്ളതായ ആ സ്വർഗീയ ജ്ഞാനത്താൽ, ആ ദിവ്യപ്രകാശത്താൽ അവിടെ നിന്ന്
സത്യങ്ങൾ വെളിവാക്കി അവരെ മാനിക്കുമാറാകണം പ്രാർത്ഥിക്കുന്നു. യേശുവിൻ മഹത്വമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം എന്നല്ല പിതാവേ. ആമേൻ.